വടകര പ്രസ് ക്ലബ് അംഗങ്ങൾക്കുള്ള ഐഡന്റിറ്റി കാർഡ് വിതരണം വടകര നഗരസഭ വൈസ് ചെയർമാൻ പി കെ സതീശൻ മാസ്റ്റർ നിർവഹിച്ചു. വടകര ജേർണലിസ്റ്റ് യൂണിയൻ പത്രപ്രവർത്തകർക്ക് ഐഡന്റിറ്റി കാർഡുകൾ വിതരണം ചെയ്തു. പ്രസ് ക്ലബ്ബിൽ നടന്ന യോഗത്തിൽ നഗരസഭ വൈസ് ചെയർമാൻ പി കെ സതീശൻ മാസ്റ്റർ കെ വിജയകുമാറിന് നൽകിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു. പ്രസ് ക്ലബിന്റെ ആദ്യത്തെ പരിപാടി എന്നുള്ള നിലയ്ക്ക് വളരെ പെട്ടെന്ന് തന്നെ ജനറൽ ബോഡിക്ക് ശേഷം ഐഡന്റിറ്റി കാർഡ് വിതരണത്തിന് വേണ്ടി തയ്യാറായി സമയബന്ധിതമായി മുന്നോട്ട് പോകുന്ന നിങ്ങളെ വളരെ ഹൃദ്യമായി അഭിവാദ്യം ചെയ്യുകയാണ്. ഐഡന്റിറ്റി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. സത്യത്തിൽ പത്രപ്രവർത്തകർക്ക് ഒരു കാർഡിൻ്റെ ആവശ്യമില്ല ഐഡന്റിറ്റിക്ക്. എന്നാലും ഏതൊരു സ്ഥലത്തും വളരെ കൃത്യമായി നിർഭയമായി കടന്നു ചെല്ലാനുള്ള ഒരു രേഖയായി ഈ ഐഡന്റിറ്റി മാറുമ്പോൾ അത് വലിയൊരു ഉത്തരവാദിത്വം കൂടിയാണ്. ഈ ഉത്തരവാദിത്വ നിർവഹണത്തിന് കൂടി നാം തയ്യാറാവുമ്പോഴാണ് പത്രധർമ്മം എന്നുള്ളത് പുലരുകയുള്ളൂ. ഒപ്പം നമ്മുടെ സമൂഹത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് അത് പ്രചോദനകരമായി തീരുകയുള്ളൂ. പത്രമേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ട്. നല്ലതും ചീത്തയുമായ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ആ ചീത്തയെ ഞാനിപ്പോൾ പരാമർശിക്കുന്നില്ല. പക്ഷേ നല്ല നല്ല ഒരുപാട് മുഹൂർത്തങ്ങൾ പത്രമാധ്യമങ്ങൾ ഉണ്ടാക്കിയതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ഒന്ന് MT വാസുദേവൻ നായരോടൊത്ത് നമ്മുടെ സംസ്ഥാന യുവജനോത്സവ പന്തലിൽ ഭക്ഷണം കഴിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്. നിങ്ങൾ കണ്ടോന്നറിയില്ല. അത് കോഴിക്കോട് ആർട്ട് ഗാലറിയിലുണ്ട്. ഇവിടെയുള്ള നമ്മുടെ പ്രദർശന നഗരിയിലുണ്ടായിരുന്നു. സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രദർശന നഗരി ഉണ്ടായിരുന്നു. അത് സത്യത്തിൽ വെറും ഒരു ഫോട്ടോ അല്ല, പക്ഷെ വെറും ഒരു ഫോട്ടോ ആയിട്ടാണ് ആളുകളൊക്കെ അതിനെ കണ്ടത്. നമ്മളെ പഴയിടം നമ്പൂതിരി വളരെ ജീവിത കഷ്ടപ്പാടിൻ്റെ ഭാഗമായി ആത്മഹത്യ ചെയ്യാൻ പോവാണ്. ട്രെയിനിന് ചെലവെക്കാൻ വേണ്ടി റെയിൽപാളത്തിലേക്ക് നടക്കവേ ഒരു കഷ്ണം കടലാസ് കിട്ടുകയാണ് നിലത്തുനിന്ന്. ആ കടലാസ് കഷ്ണം വായിച്ചു. അത് നമ്മുടെ അന്നത്തെ കലാകൗമുദിയിൽ അച്ചടിച്ച് വരുന്ന 2-ാം ഊഴത്തിൻ്റെ ഒരു കഷ്ണമായിരുന്നു. അപ്പോൾ 2-ാം ഊഴം എന്നുള്ള ഒരു സംഗതി മൂപ്പരുടെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്യുന്നു. അത് വായിക്കണമെന്നുള്ള ത്വരയിൽ അദ്ദേഹം ആത്മഹത്യയിൽ നിന്നും പിന്തിരിയുന്നു. തുടർച്ചയായി മറ്റ് ലക്കങ്ങളൊക്കെ വായിക്കുന്നു. അതാണ് അതിൻ്റെ ഒരു കഥ. അപ്പോൾ ആത്മഹത്യയിൽ നിന്നും രക്ഷപ്പെട്ട് കാറ്ററിങ്ങിലൂടെ അദ്ദേഹം വളരെ ഉയരങ്ങളിലേക്ക് എത്തി. അങ്ങനെയാണ് 2015 സംസ്ഥാന കലോത്സവം കോഴിക്കോട് വെച്ച് നടക്കുമ്പോൾ അതിൻ്റെ കൺവീനറായിരുന്നു. ആ കൺവീനർ എന്നുള്ള നിലയ്ക്ക് എന്നോടൊരു ആഗ്രഹം പറയാം, MT ഒന്ന് കാണണം. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഈ കഥ പറയുകയാണ് അയാൾ. അപ്പോൾ ആ കഥയുടെ ഭാഗമായി MTയുടെ അടുത്ത് പോവാണ്. MT വളരെ സന്തോഷത്തോടു കൂടി ഈ കഥ കേട്ടതിന് ശേഷം ഞാൻ ഒരു ദിവസം പന്തലിൽ വരും, എനിക്ക് വിളമ്പിത്തരണമെന്ന് പറയാണ്. അതാണ് ആ ചിത്രം. അപ്പോൾ അത് കേവലം ഒരു പത്രപ്രവർത്തകൻ്റെ ഒരു ഫോട്ടോയാണത്. ആ നിമിഷത്തിൽ ആ ഫോട്ടോ പകർത്തിയില്ലായിരുന്നുവെങ്കിൽ ഈ കഥയില്ല. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് VP പ്രമോദ് അധ്യക്ഷത വഹിച്ചു. പ്രദീപ് ചോമ്പാല, രാജീവൻ പറമ്പത്ത്, P ലിജീഷ്, K വിജയകുമാർ, PK രാധാകൃഷ്ണൻ, ഇസ്മയിൽ മാടാശ്ശേരി, RK പ്രദീപ്, K ഹാഷിം, M അശ്വിനി തുടങ്ങിയവർ സംസാരിച്ചു. പ്രസ് ക്ലബ്ബ് സെക്രട്ടറി സജിത്ത് വളയം സ്വാഗതം പറഞ്ഞു.